അനിശ്ചിതത്വങ്ങൾക്കിടയിൽ വിദേശ ബാങ്കുകളിൽ സൂക്ഷിച്ചിരുന്ന 104 ടൺ സ്വർണം അതീവ രഹസ്യമായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ച് കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആഗോള രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ശക്തമാകുന്നതിനിടെ വിദേശ ബാങ്കുകളിൽ സൂക്ഷിച്ചിരുന്ന 104 ടൺ സ്വർണം രഹസ്യമായി രാജ്യത്തേക്ക് തിരിച്ചെത്തിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഇതോടെ ഇന്ത്യയുടെ ആകെ സ്വർണശേഖരത്തിന്റെ 51% രാജ്യത്തിനകത്ത് സൂക്ഷിക്കുന്ന നിലയിലെത്തി. യുകെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചിരുന്ന 104.23 ടൺ സ്വർണമാണ് അടുത്തിടെ ഇന്ത്യയിലെത്തിച്ചത്. മുംബൈയിലെയും നാഗ്പൂരിലെയും ഉയർന്ന സുരക്ഷയുള്ള RBI വോൾട്ടുകളിലാണ് ഈ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ വിദേശാസ്തികൾ മരവിപ്പിച്ച സംഭവം ആഗോള കേന്ദ്ര ബാങ്കുകൾക്ക് മുന്നറിയിപ്പായി. വിദേശത്ത് സൂക്ഷിക്കുന്ന ആസ്തികളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നതോടെ സ്വന്തം കൈവശമല്ലാതെ മറ്റൊരിടത്ത് സൂക്ഷിക്കപ്പെടുന്ന സമ്പത്ത് സുരക്ഷിതമല്ല എന്ന സമീപനം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയും സ്വർണം നാട്ടിലേക്ക് മാറ്റാനുള്ള നീക്കം വേഗത്തിലാക്കി. സുരക്ഷിതത്വത്തിനൊപ്പം ചെലവ് കുറയ്ക്കലും പ്രധാന ഘടകമാണ്. വിദേശത്ത് സ്വർണം സൂക്ഷിക്കാൻ വലിയ ചെലവാണ് വേണ്ടിവരുന്നത്. ഇതിനെ അപേക്ഷിച്ച് ആഭ്യന്തരമായി സൂക്ഷിക്കുന്നത് കൂടുതൽ പ്രായോഗികമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2024 മാർച്ചിലെ കണക്കുപ്രകാരം ഇന്ത്യക്ക് 822.1 ടൺ സ്വർണശേഖരമാണുള്ളത്. ഇതിൽ 408 ടൺ ഇന്ത്യയിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. 2023 ശേഷം മാത്രം ഏകദേശം 280 മെട്രിക് ടൺ സ്വർണം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് കണക്ക്. ഇന്ത്യയുടെ പാത പിന്തുടർന്ന് ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളും വിദേശത്തുള്ള സ്വർണം നാട്ടിലേക്ക് മാറ്റാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. ആഗോള സാമ്പത്തിക സംവിധാനങ്ങളിലുള്ള വിശ്വാസ്യത സംബന്ധിച്ച ആശങ്കകൾ ഉയരുന്നതിനിടെ കേന്ദ്ര ബാങ്കുകൾ സ്വർണശേഖരങ്ങൾ സ്വന്തം നിയന്ത്രണത്തിലാക്കാനുള്ള പ്രവണത ശക്തമാക്കുന്നുവെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അത്തരത്തിലുള്ള ആസ്തി സുരക്ഷാ ഭയത്തെ തുടർന്നു തന്നെയാണ് ഇന്ത്യയും വിദേശ ബാങ്കുകളിൽ നിന്നും സ്വർണം നാട്ടിലെത്തിച്ചിരിക്കുന്നത്. ഈ ഗോൾഡ് ഷിഫ്റ്റ് ഒരു ആഗോള ട്രെൻഡിന്റെ തുടക്കമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആഗോള ധനവിനിമയ വ്യവസ്ഥയിൽ ഡോളറിനുള്ള ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യവും ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിൽ പ്രാദേശിക കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാകുമ്പോൾ സ്വർണം പോലുള്ള ഭൗതിക ആസ്തികൾക്ക് പ്രാധാന്യം ഏറുകയാണ്. വിദേശ നിക്ഷേപങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നിയന്ത്രണ റിസ്കുകൾ കുറയ്ക്കാൻ സ്വർണം ആഭ്യന്തരമായി സൂക്ഷിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതമെന്ന വിലയിരുത്തലുകളാണ് ഉയരുന്നത്. ഇതുകൂടാതെ രൂപയുടെ സ്ഥിരത ഉറപ്പാക്കുന്നതിനും സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടുന്നതിനുള്ള ഒരു ബഫറായുമാണ് സ്വർണ ശേഖരത്തെ കണക്കാക്കുന്നത്. ആഗോള വിപണിയിലെ അസ്ഥിരതകൾ ഉയരുമ്പോൾ കേന്ദ്ര ബാങ്കുകൾക്ക് സ്വർണം വിശ്വാസ്യതയുള്ള ഒരു സംരക്ഷണാസ്തിയായി തുടരുകയാണ്. ഭാവിയിൽ വിദേശ നാണയ ശേഖരങ്ങളുടെ ഘടനയിൽ കൂടുതൽ വൈവിധ്യം കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ നീക്കമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.